വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ അദാനി പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഹരി വിൽപ്പനയിൽ നിലപാട് കടുപ്പിക്കുകയാണ് UDF സർക്കാർ. പദ്ധതിയിൽ 28% ഓഹരിയുള്ള അദാനി ഗ്രൂപ്പ് അതിന്റെ 49%വും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വിൽക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. 25 അതിൽ കൂടുതൽ ഓഹരി വിൽക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം. എന്നാൽ അത് അദാനി ഗ്രൂപ്പ് തേടിയിട്ടില്ല. ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ അതിനെതിരെ ശക്തമായ രംഗത്ത് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. മാത്രവുമല്ല, ഇന്നലെ ഈ വിഷയത്തിലെ സർക്കാരിന്റെ അതൃപ്തി അദാനി ഗ്രൂപ്പിനെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത്. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ കൺസഷനറുടെ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ. സർക്കാരിനെ അറിയിക്കുകയോ സർക്കാരുമായി കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി ഗ്രൂപ്പിൽ 49% ഓഹരി പങ്കാളിത്തത്തോടെ MSC നിക്ഷേപം നടത്തുന്നുവെന്ന പ്രഖ്യാപനമുണ്ടായത്. കൺസഷൻ കരാറിലെ ബാധകമായ വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ച് തുടർ നിലപാട് സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിക്കുന്നുണ്ട്. അതായത്, ഈ വിഷയത്തിൽ അദാനിയുടെ ഏകപക്ഷീയ നിലപാട് അനുവദിക്കില്ലെന്ന ശക്തമായ താക്കീതാണ് സതീശൻ നൽകിയിരിക്കുന്നത്. എന്നാൽ വിദേശ നിക്ഷേപം വരുമ്പോഴുള്ള നടപടിക്രമങ്ങൾ പാലിച്ചാണ് നീക്കമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ ഈ വിഷയത്തിലെ വിശദീകരണം. വിദേശ നിക്ഷേപ കമ്പനിയുമായി കരാർ ഒപ്പുവെച്ച ശേഷം സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ അറിയിച്ച് പൊതുപ്രഖ്യാപനം നടത്തുകയാണ് ആദ്യ നടപടി. കൺസഷൻ കരാർ ഉണ്ടെങ്കിൽ ഇതിന് ശേഷമാണ് അനുമതി തേടേണ്ടത്. ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും അനുമതി ലഭിച്ച ശേഷമേ ഓഹരികൾ കൈമാറി ഇടപാട് നടത്താൻ കഴിയൂ. തുറമുഖത്തിന്റെ വാണിജ്യ പ്രവർത്തനം തുടങ്ങി 1 വർഷം കഴിഞ്ഞാൽ 74% വരെ ഓഹരി വിൽക്കാമെന്നാണ് കരാറെന്നും അദാനി ഗ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. MSCക്ക് ഓഹരി കൈമാറുന്നതിലൂടെ അദാനിയുടെ ലക്ഷ്യം മറ്റൊന്നാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവസാനഘട്ട വികസനം 2028 ഡിസംബറിനകം പൂർത്തീകരിച്ചാൽ 20 വർഷം അധികമായി തുറമുഖം കൈവശം വയ്ക്കാനുള്ള അർഹതയിലേക്ക് അദാനി പോർട്സ് എത്തും. സംസ്ഥാന സർക്കാർ അനുവദിച്ചാൽ 2060 അവസാനിക്കേണ്ട കൈവശ കാലാവധി 2080 വരെ നീട്ടിക്കിട്ടും. ഇത് മനസ്സിൽ കണ്ടാണ് അവസാനഘട്ട വികസനം കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ MSCക്ക് ഓഹരി വിറ്റ് പണം കണ്ടെത്താനുള്ള നീക്കം നടത്തുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഇപ്പോൾ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ നിലപാട് അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞ പ്രതിപക്ഷം ഇന്നലെ പക്ഷേ മലക്കം മറിയുന്നതാണ് കണ്ടത്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണ് നടന്നിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉന്നയിക്കുന്ന ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് 4 നാൾ മുൻപ് VD സതീശൻ നടത്തിയ മംഗലാപുരം യാത്രയും സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വിഴിഞ്ഞം തുറമുഖ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ S. അയ്യരെ നീക്കിയതുമെല്ലാം ഗൂഢാലോചനയായി ചൂണ്ടിക്കാട്ടി ആരോപണം കടുപ്പിക്കുകയാണ് CPM നേതാക്കളും സൈബർ അണികളും. അതിനാൽ ഈ വിഷയത്തിൽ ഉറച്ച നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് അനിവാര്യമാണ്. പ്രതിപക്ഷ ആരോപണങ്ങൾ സത്യമല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇപ്പോൾ മറ്റാരേക്കാളും മുഖ്യമന്ത്രി VD സതീശനാണ് എന്നതും കാണാതിരുന്നുകൂടാ.